താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമുണ്ടായ അക്രമ സംഭവങ്ങൾ ആസൂത്രിതമാണ് എന്നാണ് പോലീസിൻ്റെ നിഗമനം. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ മുതലാണ് ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ സമരസമിതിയുടെ പ്രതിഷേധം ആരംഭിച്ചത്. അവർ കഴിഞ്ഞ ദിവസം തന്നെ ഈ സമരം പ്രഖ്യാപിച്ചിരുന്നു. അനിശ്ചിതകാലത്തേക്ക് രാപ്പകൽ സമരം നടത്തുമെന്നായിരുന്നു ഈ സമരസമിതിയുടെ പ്രഖ്യാപനം. നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരമല്ല ഇപ്പോൾ അറവ് മാലിന്യ കേന്ദ്രം സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ സമരസമിതിയുടെ പരാതി. ഇതിനെ തുടർന്നാണ് അവർ സമരം പ്രഖ്യാപിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ വൈകിട്ടോടുകൂടി ഇതൊരു അക്രമ സ്വഭാവത്തിലേക്ക് ഈ സമരം വഴിമാറുകയായിരുന്നു. അതിന് കാരണമായത് അത് അപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഒരു വാഹനം, ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലൊരു വാഹനം ഈ ഫാക്ടറിയിലേക്ക്, ഈ കേന്ദ്രത്തിലേക്ക് വരുന്നു. ഈ സമയം പ്രതിഷേധക്കാർ ഇത് തടയുന്നു. തുടർന്ന് പ്രതിഷേധക്കാർ തന്നെ കല്ലെറിയുന്നു. ആ സമയം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ല. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നുണ്ട്. ഇതിനുശേഷം പോലീസിന് നേരെ കല്ലേറുണ്ടാകുന്നു. ഇതിനു പിന്നാലെയാണ് ഇതിൽ താമരശ്ശേരി SHO ഉൾപ്പെടെ SHO അടക്കമുള്ള പോലീസുകാർക്ക് പരിക്കേൽക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ റൂറൽ SP സ്ഥലത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തിനും സാരമായി തന്നെ പരിക്കേൽക്കുന്നു. അങ്ങനെ 16ഓളം പോലീസുകാർക്ക് ഈ നാട്ടുകാരുടെ കല്ലേറിനിടെ പരിക്കേൽക്കുന്നുണ്ട്. തുടർന്നാണ് പോലീസ് ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. പോലീസ് ലാത്തി വീശി. ആ സമയമാണ് ചിലർ ഈ ഫാക്ടറിക്കകത്ത് കയറി. പ്രതിഷേധക്കാരിൽ ചിലരാണ് എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. എന്നാൽ ആസൂത്രിതമായ ഒരു അക്രമമാണ് ഈ സംഭവത്തിൽ ഉണ്ടായത് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുമാണ് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര വിശദീകരിക്കുന്നത്. മാത്രവുമല്ല, ഈ പരിക്കേറ്റവരെ ഈ അക്രമ സംഭവം നടക്കുമ്പോൾ ഈ ഫാക്ടറിക്കകത്ത് കയറി ഈ തീയിടുന്ന സമയത്ത് ചില ജീവനക്കാരെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ആക്ഷേപമുണ്ട്. ഇവരെല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളടക്കം, ആംബുലൻസ് അടക്കം ഈ പ്രതിഷേധക്കാരിൽ ചിലർ തടഞ്ഞു. ഒപ്പം തന്നെ ഈ തീയിട്ടതിന് ശേഷം ഇവിടേക്ക് വരേണ്ട ഫയർഫോഴ്സ് വാഹനവും തടഞ്ഞു എന്ന ആക്ഷേപമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മനുഷ്യത്വരഹിതമായ സമീപനം ഈ സമരക്കാരിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര വിശദീകരിക്കുന്നത്. ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. ഒപ്പം തന്നെ കുട്ടികളെയും സ്ത്രീകളെയും മുന്നിൽ നിർത്തി മനുഷ്യ കവചം തീർക്കുന്നത് പോലെ ഒരു കവചം തീർത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആസൂത്രിത ആക്രമണം നടത്തിയത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടില്ല. കൃത്യമായൊരു കരുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം കുട്ടികളും സ്ത്രീകളും ഉള്ളതിനാൽ പോലീസ് ഒരു നടപടിയിലേക്ക് കടന്നില്ല. എന്നാൽ പോലീസ് സംയമനം പാലിച്ച ഘട്ടത്തിൽ മറ്റൊരു കൂട്ടർ മറുഭാഗത്തുകൂടെ ഫാക്ടറിക്കകത്ത് കയറി ഈ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകി എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. പോലീസ് കൃത്യമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളരെ വിപുലമായ അന്വേഷണമാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കെതിരെ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളവരെ ഉടൻ തന്നെ പിടികൂടുമെന്നുമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിശക്തമായ ഒരു പ്രതിഷേധം പിന്നീട് ആക്രമണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് വഴിമാറുന്നു, ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. ഈ ഫാക്ടറിക്കകത്ത് തീയിട്ടതിനെ തുടർന്ന് ഇതിനകത്തെ 3 വാഹനങ്ങൾ, അതായത് ഈ കണ്ടെയ്നർ വാഹനങ്ങൾ, ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ വാഹനങ്ങൾ 3 വാഹനങ്ങൾ പുറത്തുണ്ടായിരുന്നതും, ഒപ്പം തന്നെ ഈ ഫാക്ടറിക്കകത്ത് ഒരു ഭാഗത്തൊരു ബിൽഡിങ്ങിന് സമാനമായ ഭാഗമുണ്ട്. അതിനകത്തുള്ള 2 വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ കത്തിച്ചു. ഒപ്പം തന്നെ ജീവനക്കാരുടെ ഇരുചക്ര വാഹനങ്ങൾ ആക്രമിച്ചു. ഒപ്പം തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ ചില്ലടിച്ച് പൊളിച്ചു എന്നതടക്കമുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായത്. എന്തായാലും വലിയ തരത്തിൽ പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു. മൊത്തം 16 പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു. സാരമായി തന്നെ പരിക്കേറ്റ പോലീസുകാരുണ്ട്. ഇവരെല്ലാം തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. അതേസമയം പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ച് ചിലർക്കെങ്കിലും സമരക്കാരിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസിൻ്റെ ലാത്തി വീശലുണ്ടായിരുന്നു. ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായ സമയത്താണ് പോലീസ് ലാത്തി വീശൽ. അങ്ങനെയും ചില സമരക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരും ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടെ ചില തൽപര കക്ഷികളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര വിശദീകരിക്കുന്നത്. ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ വകവെച്ച് കൊടുക്കാം. പക്ഷേ ഇത് ജനാധിപത്യ വിരുദ്ധമായ പ്രതിഷേധമാണ്. മനുഷ്യത്വ വിരുദ്ധമായ സമീപനം ഇവരിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുകൂടിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. താമരശ്ശേരിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഒമർ, മീഡിയ 1, കോഴിക്കോട്.